ഹലോ എല്ലാവർക്കും എൻ്റെ ട്രിവാൻഡ്രം വ്ളോഗിൻ്റെ ഡേ 2ലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ വരുമ്പോഴേക്കും നിങ്ങളെല്ലാവരും എൻ്റെ ഫസ്റ്റ് പാർട്ട് ഒരു ട്രാവലിംഗ് പാർട്ട് കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ താങ്ക് യു പറയാണ്. അപ്പം ഇതാണ് എൻ്റെ ലുക്ക്. ഇത് ലുക്ക് കാണുമ്പോഴാണ് നമ്മൾ ഇന്ന് പോകുന്നത് അമ്പലത്തിലേക്കാണ്. ഫസ്റ്റ് കുറച്ച് അമ്പലങ്ങളൊക്കെ കവർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരും. ഇന്നത്തെ ഒരു വ്ളോഗായിട്ട് ഇന്നത്തെ ദിവസം 7th ആണ് കേട്ടോ. August 7th വിശേഷങ്ങളാണ്. ഞങ്ങളുണ്ടല്ലോ രാവിലെ 3 മണിക്ക് നിർമ്മാല്യം തൊഴാൻ പോകാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ കിടന്നപ്പോഴേക്കും 12 മണി കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് എഴുന്നേറ്റപ്പോഴേക്കും 7:30 ഹായ് തൂർസ്തേ കേരള സീരെ വേറെ ചെയ്തിട്ടില്ല. ಪಿಂಕ್ ಎಲ್ಲರನ್ನು ವೆರೈಟಿ ಆಯ್ತು. ಪಿಂಕ್ ಸಾರಿ ಬೇಡ, ಚಸ್ಮದಲ್ಲೇ ಚೆನ್ನಾಗಿದೆ. ಸೋನು ಚೆಸ್ ನಂಬರ್ 1, ಚೆಸ್ ನಂಬರ್ 2, ಚೆಸ್ ನಂಬർ 3. അപ്പൊ നമ്മള് രാവിലെ എഴുന്നേക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും 7:45 നമ്മൾ എഴുന്നേറ്റപ്പോഴേക്കും. ഇപ്പൊ സമയം 9 o'clock ആയിട്ടാ. ഇപ്പൊ സമയം 9 മണിയായി. എന്റെ ബാഗിലിದೆ. കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഇത് 3 ആൾക്കാരുണ്ടാകുമ്പോൾ സംസാരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്താലോ. രാവിലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കുളിച്ചു ഫ്രഷായി മേക്കപ്പ് ചെയ്തു. ഞാൻ എല്ലാവർക്കും സാരി ഉടുപ്പിച്ചു കൊടുത്തു. നാത്തൂൻ മാത്രമേ അവളൊറ്റയ്ക്ക് സാരി കൊടുത്തുള്ളൂ. ലാവണ്യക്കും സോനുവിനൊക്കെ സാരി ഉടുപ്പിച്ചു കൊടുത്തു. എല്ലാം റെഡിയാക്കി. ഇത് മാത്രമാണ് ഞാൻ ചെയ്തത്. ബാക്കിയൊന്നും ചെയ്തില്ല. പച്ചവെള്ളം പോലും കുടിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കാണാം. നമ്മളെല്ലാവരും പുറത്തുനിന്ന് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഇപ്പം സമയം 9:10 ആയിട്ടോ. എല്ലാവരും ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ സിംഗിൾ ഫോട്ടോസ് ഒക്കെ എടുത്തു. എനിക്കിവിടെ സിംഗിൾ ഫോട്ടോ വേണ്ട. എനിക്ക് അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ട് സിംഗിൾ ഫോട്ടോ മതി. അങ്ങനെ എങ്ങനെയുണ്ട്? അപ്പം നമ്മളെല്ലാവരും ഈസ്റ്റ് ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ അമ്പലം വിസിറ്റിന് പോവാണ്. എനിക്കിപ്പോൾ ഫോൺ ക്ലോക്ക് റൂമിൽ പോവും. 10:30 മുതൽ 11:15 വരെ എന്താണ് സമയമുള്ളത് ഈ ഒരു സ്ലോട്ട്. നമ്മളെല്ലാരും പൂവൊക്കെ വാങ്ങിച്ച് അശു ഷർಟ್ ಎಲ್ಲ ಬಿಚ್ಚಬೇಕು. നമ്മളെല്ലാരും ട്രഡീഷണൽ ഡ്രസ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മള് അശു ഹൗ വാസ് ദർശൻ? ಚೆನ್ನಾಗಿತ್ತು ಅಲ್ವಾ? നമ്മള് ഇപ്രാവശ്യം നമ്മള് സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 500 രൂപയുടെ ടിക്കറ്റ് എടുത്തു. പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഏത് അമ്പലത്തിൽ പോകുമ്പോഴും ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് കിട്ടാറുണ്ടെന്ന്. കാരണം 500 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ നമ്മളെങ്ങനെ വിടും, നമുക്ക് ഒരു ലൈനിൽ അങ്ങ് പോവാറാണ്. പക്ഷെ നമുക്ക് ഇവിടുത്തെ കുറച്ച് ഒരു ഹൈ ഇതിൽ നിൽക്കുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടൻ ഇവിടുത്തെ ഒരു മെയിൻ ഒരു ആളാണ്, ഒരു ഓഫീസർ റാങ്കിലുള്ള ഒരാളാണ്. ആ ചേട്ടൻ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ സ്പെഷ്യൽ ദർശനം എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ ഓൾറെഡി എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി. ഇങ്ങനത്തെ ഒരു ദർശനം ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അവർ നമ്മളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടില്ല, കുറച്ച് സമയം കൂടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്രയും സമയം ഞങ്ങൾ 6 പേർക്കും, അതുപോലെ അവരാണെങ്കിലും കണ്ണൂരെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് അവളുടെ കൈ പിടിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുപോയി എല്ലാ സ്ഥലത്തും ഓരോ സ്ഥലത്തും ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട്. ആ അമ്പലത്തിനകത്തൊക്കെ അദ്ദേഹം നമ്മളെല്ലായിടത്തും കൊണ്ടുപോയി നമ്മളെല്ലാം കാണിച്ചു തന്നു. ഭയങ്കര ഒരു ഹാപ്പി ദർശനമായിരുന്നു. ഓൾ ടുഗെദർ ഇറ്റ് വാസ് റിയലി ഗുഡ്. അല്ല ഷോ? We enjoyed the darshan. ಬೇಗ ಆಯ್ತು and we really felt ಸ್ಪೆಷಲ್. ಇಟ್ ಇಸ್ ಸ್ಪೆಷಲ್ ದರ್ಶನ್ ತಗೊಂಡು VIP ದರ್ಶನ್ ತಗೊಂಡು VIP ತರನೇ ಹೋಗಿ ಬಂದ್ವಿ. അവരുണ്ടായതുകൊണ്ട് നമ്മളെ ശരിക്കും ഒരു VIP ഫീലിംഗ് തന്നു നമുക്ക്. യൂഷ്വലി നമുക്ക് ടിക്കറ്റ്സ് എടുത്താൽ ആ ഒരു ഫീലിംഗ് കിട്ടണമെന്നില്ല, പക്ഷെ അതൊക്കെ നമുക്ക് കിട്ടി. വെരി ഹാപ്പി. ഇനി നമുക്ക് കുറേ അമ്പലങ്ങൾ ബാക്കിയുണ്ട്. ഇന്ന് ഫുള്ള് ടെമ്പിൾ റൺ ആണ്. നമുക്ക് ഇവിടുന്ന് പഴവങ്ങാടി പോകണം, ആറ്റുകാൽ പോകണം, ആൻഡ് ആഴിമല, ചെങ്കൽ, ഇതൊക്കെ നമുക്ക് പ്ലാനിലുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ആറ്റുകാലൊന്നും പോയില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആറ്റുകാൽ എനിക്ക്
ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ദേവി ടെമ്പിളാണ് ആറ്റുകാൽ. ഞാൻ ആറ്റുകാൽ പൊങ്കാലിട്ടിട്ടുണ്ട്. ആൻഡ് പിന്നെ എന്നെ ദേവി വിളിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ സൂൺ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു പൊങ്കാല എനിക്ക് ഇനിയും ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആറ്റുകാൽ ഈസ് ഓൾസോ വെരി സ്പെഷ്യൽ. അമ്പലത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് റഷ് ഇല്ല. ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഡിസംബർ ജനുവരിയിൽ വന്നപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ഇപ്പം അത്രയും തിരക്കില്ല. അകത്ത് ഇങ്ങനെ നല്ല തണുപ്പും കാറ്റും. നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു. നമ്മൾ എത്ര സമയം ഇരുന്നു അത്രയും സമയം അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്ന കാര്യം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴും ശരത് എന്ന് പറഞ്ഞൊരു സാർ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ്സിന് പൈസ ഒന്നും എടുക്കാതെ ഞങ്ങൾ അകത്ത് കയറി. അദ്ദേഹം ഞങ്ങൾ അകത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചു. പക്ഷേ ഇന്ന് ഞങ്ങൾ ടിക്കറ്റിന് പൈസ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് സമാധാനത്തോടെ ദർശനം ചെയ്യാൻ പറ്റി. എല്ലാം ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണണേ. ഞാൻ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എല്ലാ അമ്പലത്തിൽ പോകുമ്പോഴും ഞാൻ പറയാറുണ്ട്. കാരണം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന, ഞാൻ ഇന്ന് സന്തോഷമാണെങ്കിലും സമാധാനമാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്യുന്ന വർക്കിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അപ്പം അതിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും തന്നെയാണ്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് മുതലേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് മുതലേ ഞാൻ പ്രാർത്ഥിക്കുക, ഏതെങ്കിലും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ദൈവമേ എല്ലാവർക്കും നല്ലത് ചെയ്ത് കൊടുക്കണേന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയും, നീ എന്താ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതെന്ന് അപ്പോൾ ചോദിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും, അല്ല വേറെ കുറേ ആൾക്കാർ എന്നെ അവരുടെ പ്രാർത്ഥനയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുമല്ലോ എന്നൊക്കെ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ലൈഫിൽ ഒരു ടൈം ആകുമ്പം ഞാൻ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആൻഡ് ഇപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇപ്പം എൻ്റെ ഫാമിലി വലുതായി. എൻ്റെ ഫാമിലി ഇപ്പം എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. അതായത് ഫാമിലിയിൽ നിന്ന് വലിയ ഫാമിലി ആയി യൂട്യൂബിലേക്ക്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ നടയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ പറയണേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം എല്ലാവർക്കും നല്ലതേ വരത്തുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും വിഷമത്തോടെയും കഷ്ടത്തോടെയും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങൾക്കൊക്കെ ദൈവം നല്ലത് മാത്രമേ തരുള്ളൂ. എല്ലാവർക്കും ചെറിയ ചെറിയ ഫോൺ ಕಣ್ಣು ಏನ್ ಸೋನಿ ഓക്കെ. എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. ഗ്രൂപ്പ് ഫോട്ടോക്കെ എടുത്തു. അശ്വിനും കണ്ണും ടയേർഡാന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. നമ്മളെവിടെയെങ്കിലും പോയിരിക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. കരിക്ക് ಶೇಖರ ಬುಹಾರಿ. ಎಷ್ಟು ಶುಗರ್ ಕೊಡಿಸ್ತೇವೆ ಸ್ವಾತಿ? നമ്മള് അങ്ങനെ ആഴിമല ശിവ ടെമ്പിൾ വന്നിട്ടോ. അവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. അവിടെ ശിവന്റെ വിഗ്രഹം ഉണ്ട്. ಮೋಸ್ಟ್ಲಿ ಫಿಶಿಂಗ್ ಇಂಡಿನ ಪಾಯಿಂಟ್ಸ್ ಇದೆ ಅನ್ಸುತ್ತೆ ಮನುಷ್ಯನು. ഇവിടെ നമ്മൾ ആഴിമല വന്നപ്പോഴേക്കും ആഴിമല ടെമ്പിൾ ക്ലോസ് ആയിട്ടുണ്ട്. 10:30 അടയ്ക്കും കേട്ടോ. പിന്നെ ഇവിടെ ഒരു കേവ് ടെമ്പിൾ ഉണ്ട്. 100 രൂപ എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ഫ്ലോറുള്ള ഒരു കേവ്സ് ആണ് കേട്ടോ. അതിനകത്ത് കുറേ അതായത് മറ്റേ നമ്മളിങ്ങനെ റോക്കിൽ കൊത്തിവെച്ച കുറേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് വന്നു. കണ്ടിട്ട് നമ്മളിവിടെ മുകളിൽ വരുമ്പം ഇവിടെ ശിവന്റെ ഈ രൂപം ഉണ്ട് കേട്ടോ. വലിയൊരു പ്രതിമയുണ്ട്, ആ സ്റ്റാച്യു. അങ്ങനെ ഇതൊക്കെയാണ് ആഴിമല. നമ്മൾ ചെങ്കൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓൾറെഡി സമയം 2:30 ചെങ്കൽ ശിവന്റെ ടെമ്പിളാണ്. അവിടെ വലിയൊരു ശിവലിംഗമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് പ്രാവശ്യം പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. കാരണം ഞങ്ങൾക്ക് പൂവാർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മൾ ഈ സാരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് ബാക്ക് ടു നോർമൽ ക്ലോത്ത്സിലേക്ക് വരണമെന്നുണ്ട്. കാരണം ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. രാവിലെ കൊടുത്തതല്ലേ. നമ്മൾ ചെങ്കൽ ക്യാൻസൽ ചെയ്തിട്ട് പൂവാർ പോകാൻ വിചാരിക്കുന്നു. ಏನೋ ಪಾಸ್ ಮಾಡ್ತೀನಿ ಹೋಗ್ಬೋದು. ಇರ್ಲಿ ಬಿಡು, ನಡೀತದೆ.
ಇದು ಹೆಂಗ್ ಕೈಯಲ್ಲಿದೆ ಕೈ ಕುತ್ಕೊಳ್ಬೇಕಣ್ಣ ನಾನು ಅಲ್ಲೋಗ್ಲ ఈ తలపిండ పైన నేను చూస్తున్నాను ಅದು ಈಗ ಲಾವಣ್ಯ ಬಂತ ಕಣ್ಣು ಅಯ್ಯೋ ಕಣ್ಣು Pushpa, where are you? ಲಾಸ್ಟ್ ಗೆಟಿಂಗ್ ವೆರಿ ಗುಡ್ ಬ್ಯಾಲೆನ್ಸ್ ಮಾಡ್ತಿದ್ದೀಯ ವೇಟ್ ನಾತೆ ನಂಗಿಂತ ಬೇಡವಾ ಕುತಬಳಕ ಟೇಸ್ಟ್ ಕನ್ನಡ ಕುತಬಳಕ ಗೈಸ್ ಗುಂಡಿ ಅದಾದ್ಮೇಲೆ ಒಂದು ಇದು ಮಾಡ್ತೀವಿ ಗುಂಡಿ ನಾನು ಕೈ ಬಿಡ್ತೀವಿ ಗುಂಡಿ ನಾನು ಹೇಳಿರ್ತೀನಿ ನೀವು ಅರ್ಥ ಆಯ್ತು ಗುಂಡಿ ಈ ಮೊಮೆಂಟಿನ ರೀಲ್ ತರ ಮಾಡೋಣ ಒಂದು ಸರಿ ಕಣ್ಣು ಅಲ್ಲಿ ಏನ್ ಗೊತ್ತಾ ಹಿಂಗಾದವ್ರ ಭಾಷೆ ಬರಲ್ಲ ಅಂದ್ರೆ ಎಷ್ಟು ದುಡ್ಡು ಮಾಡ್ಬೋದಲ್ಲ ಇವರೆಲ್ಲ ಕೊಟ್ಟು ಹೋಗ್ತಿರ್ತಾರೆ ಪಾಪ ಅದು ಎಲ್ಲಾ ಕಡೆನೂ ಅದು ಏನು ಇದು ಹೊಸ ಇದೊಂದು ಅಷ್ಟೇ ನಡೀರುತ್ತೆ ಅನ್ನಂಗಲ್ಲ ಅದು ಎಲ್ಲಾ ಕಡೆನೂ ಅದೇ ಹಣ ಇಡೀ ಪ್ರಪಂಚದಲ್ಲಿ ಯಾರು ಕೊಡ್ತಾರ ಅಂತಾರ ಅವ್ರು ನನಗೆ ಒಂಥರ ಆನೆಕೊಂಡ ಮೂವಿ ಹೋಗೋಣ Onappa, ಏನಂತ Anaconda movie. ಆಮೇಲೆ ಕೊನೆಸ್ತಾ ನಾವು ಸಣ್ಣ ಮಕ್ಕಳಿದ್ದಾಗ ಇದನ್ನ ಇಂಥ ಪಿಕ್ಚರ್ ತೋರಿಸಿದ್ದು ಅಷ್ಟೊಂದು ಅದು ಪಾಂಡಿಚೇರಿ ಏನ್ ಮಾಡಿದ್ರೆ 3 ದಿನ ಅಂತ ನಾವು ಪಾಂಡಿಚೇರಿ ನಿಮ್ಗೆ ಹೋಗಿದ್ವಿ ಬೋಟ್ ಅಲ್ಲಿ ಏನಾಗೈತೆ ಅಲ್ಲಿ ಬೋಟಿಗೆ ಹೋಗಿ ನಾವು ಬೀಚಲ್ಲೆಲ್ಲ ಬೋಟಿಗೆ ಹೋಗಿದ್ವಿ ನಾವು ಒಂದು ಬೋಟಿಂಗ್ ಆಗ್ಲಿಲ್ಲ ಇನ್ನು ಮುಂದಿದೆ ಮುಂದಿನ ಕ್ರಾಸ್ ಬಿಟ್ಕೊ Papu, ನಾನು ರಿವ್ಯೂ ಇಮಿಡಿಯೇಟ್ ಕೊಟ್ಬಿಟ್ಟೆ Pushpa, ಚೆನ್ನಾಗಿಲ್ಲ distance ಅಷ್ಟಿಲ್ಲ ದೂರ ಹೋಗಿ ಎಲ್ಲ ಗುದ್ದಕ್ಕೆ ಅದೇ ಇದು ಅದೇನೋ ಇರ್ತದೆ ಅವನೇ ಇದಕ್ಕೆಲ್ಲ ಬ್ಯಾಕ್ ಗ್ರೌಂಡ್ ಮ್ಯೂಸಿಕ್ ಮಾತಾಡಿರೋನು ಏ ನಿಮಗೆ ಏನ್ ಅನ್ಕೊಂಡಿದ್ರೆ ನೀವು ನನ್ನ ವಿಡಿಯೋ ಅದೇ ಎಲ್ಲ ಡಾಕ್ಯುಮೆಂಟ್ ಮಾಡೋದು ನಾನ್ ಡಾಕ್ಯುಮೆಂಟ್ ಮಾಡೋದು ನನ್ನ ಲೈಫ್ ಅಷ್ಟೇ ನೀನ್ ಲಾಸ್ಟ್ ನನ್ನ ಕೇಳಕ್ ಹೋದೆ ಸೀದಾ ಬೀಚಿಗೆ ಬೀಚ್ ಹತ್ರ ಹೋಗಿ ಬೀಚನ್ನ ಮುಟ್ಟಬೇಕು ಕಣ್ಣು ಬೋಟ್ ತೋರಿಸ್ಕೊಂಡ ಬೋಟ್ ತೋರಿಸ್ ಬೋಟ್ ಅಲ್ಲಿ ಅಯ್ಯೋ ಮಹೇಶು ಇದು ಬಾಟ್ಫುಲ್ ಏ ಗೈಸ್ ಹೇಗಿದೆ ಹೌದಾ ಅಯ್ಯಯ್ಯೋ ಸೂಪರ್ ಮಹೇಶ್ ಅಷ್ಟೇ ಒಳ್ಳೆ ಮಾಡಿದ ಅದು ಫೋಟೋ ಆ ತರ ನಾನು ಹೇಳಿದ್ದು ಅರ್ಥ ಕಲಿಯೋ ರೆಕಾರ್ಡ್ ಮಾಡಿ
ಎಷ್ಟು ದೊಡ್ಡ ಸಿಕ್ತು. ಇಲ್ಲ ಅಲ್ಲಿಂದ ಇಟ್ಟು ಬರ್ತದೆ ದಡದಾಗ ನೋಡಲ್ ಮುಟ್ಟಿ ಇಟ್ಟ. ಡ್ಯಾಡಿ 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 ನನಗಿದು ಬೇಡ. നമ്മള് പോവാറുന്ന നേരെ ബാലരാമപുരം വന്നു കേട്ടോ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയ അതേ ഷോപ്പിൽ പോയിട്ട് നമ്മള് സാരിയൊക്കെ വാങ്ങിച്ചു എല്ലാവരും. പിന്നെ ഞാൻ വാങ്ങിച്ച സാരിയൊക്കെ നാട്ടിൽ പോയിട്ട് കാണിക്കാം കേട്ടോ, തിരിച്ചു പോയിട്ട് കാണിക്കാം. പിന്നെ സാരിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ, പൊറോട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് പോവാണ് കവടിയാർ. അവിടെ നമുക്ക് മാത്യൂസ് കേക്ക് വാങ്ങിക്കണം, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാത്യൂസ് കേക്കിൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മൾ കവടിയാറിലുള്ള മാത്യൂസ് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ ദാവൺഗിരിൽ നിന്ന് വരുമ്പോഴേ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ട് ഈ വീടിൻ്റെ പേര് മാത്യൂസ് എന്നാണ് കേട്ടോ. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് തൊട്ട് പുറകിലുള്ള വീടാണേ. ഞാൻ ഇതിൻ്റെ ഒരു ജെന്യുവിൻ റിവ്യൂ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഹാലും ഫ്രിഡ്ജിലിട്ടില്ല. പിന്നെ മാഗിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. കോഴിമുട്ട അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് കുറച്ച് സമയം ടൈം പാസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. കണ്ണാ കേക്ക് കട്ട് ചെയ്യാം. ಇಲ್ಲ ಯು ಗೈಸ್ ನಾನು ಚಾಕ್ಲೇಟ್ ಸಂಬರವಾದ ಎತ್ತಿಬರ ಹೆಚ್ಚು ಯಾರದು ಟ್ರೈ ಮಾಡಿ, ಕಟ್ ಮಾಡಿ ಯಾರದು ಅಟ್ಯಾಕ್ ಮಾಡಿ, ನಾಟ್ ಕಟ್. ಕಟ್ಟಲ್ಲ, ಅಟ್ಯಾಕ್ ಮಾಡಿ ಅಂತ. ಅಯ್ಯೋ ನನಗೆ ಟೆನ್ಷನ್ ಆಗ್ತಿದೆ. ಎಂತ ಚಾಕ್ಲೇಟ್ ಎಲ್ಲ ಕಟ್ಟುತ್ತೆ ಹಂಗೆ. ಅಯ್ಯೋ ಚೆನ್ನಾಗ ಇದು ಇದು ಹೇಳಪ್ಪ, ಚಾಕ್ಲೇಟ್ ಹೇಳು. ಚೆನ್ನಾಗೈತೆ. ಲಾವಣ್ಯ ಸೋನಿ ಹೇಳ್ಬೇಕು, ಜೆನ್ಯೂನ್ ಆಗಿ ಹೇಳ್ಬೇಕು. ನಾವೀಗ ಜೆನ್ಯೂನ್ ರಿವ್ಯೂ. ಹೌದಾ? ವ್ಯಾನಿಲಾ ಚೆನ್ನಾಗ ചോക്ലേറ്റിക്കിന്നു. ഇന്നലെ മാത്യൂസ് കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, വേഗം എല്ലാവരും കിടന്നുറങ്ങി ഇന്നലെ. മാത്യൂസ് കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ വിചാരിച്ച അത്രയും ഒരു ഹൈപ്പില്ല. ഇവിടെ എല്ലാവർക്കും വെനില കേക്കാണ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചോക്ലേറ്റ് കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു എന്താ പറയുക, ഞാൻ കണ്ട ഒരു ഹൈപ്പിനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയും ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ബാലരാമപുരം പോയ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത് എൻ്റെ ഫോണിൽ ചാർജ് ഇന്നലെ ഭയങ്കര കുറവായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ട്രിവാൻഡ്രത്ത് വന്നപ്പോഴും ബാലരാമപുരം പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പോയത് കെ പത്മനാഭൻ ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഒരു ഫാമിലി ആയിട്ടുള്ള അവരുടെ വീടാണ്. അപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അവിടുന്ന് നല്ല കളക്ഷൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം ഞാനും എല്ലാവരും സാരി വാങ്ങിച്ചു. ചെറിയ പൈസയുടെ സാരി, ഒത്തിരി പൈസയൊന്നുമല്ല. ഞാൻ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ഷൂട്ടും കാര്യവും ഓണൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെയാണ് സാരിയുടെ വിശേഷം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ബാലരാമപുരത്ത് പോയിട്ട് ഭയങ്കര വിശപ്പായിരുന്നു. നമ്മൾ രാവിലെ ഗൗരി ശങ്കറിലാണ് കഴിച്ചത്. രാവിലെ അല്ല, 11:30-12 മണിക്കാണ് കഴിച്ചത്. ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ നമ്മൾ പൂവാറിലൊക്കെ പോയി വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് വിശന്നു. അങ്ങനെ നമ്മൾ റാഫീസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ബാലരാമപുരത്ത്. ഹോട്ടൽ നല്ലതായിരുന്നു. അവിടുത്തെ ചേട്ടൻ ഇരിട്ടിയിലുള്ളൊരു ചേട്ടനായിരുന്നു. അങ്ങനെ ആ ചേട്ടനെ കണ്ട് സംസാരിച്ചു. ഭയങ്കര സന്തോഷമായി. ചേട്ടനും ഭയങ്കര സന്തോഷമായി നമ്മുടെ നാട്ടിലുള്ള ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ. അങ്ങനെ ഇന്നലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഫോൺ ഭയങ്കര ഡെഡായി കിടക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കൊന്നും ഒന്നും എടുക്കാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ ഗൗരി ശങ്കറിൽ എനിക്ക് ഭയങ്കര വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ കുറേ ഹൈപ്പ് കണ്ടിട്ട് ഗൗരി ശങ്കറിലെ രസവട, അതുപോലെ തന്നെ അടദോശ ഒക്കെ നല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതിൻ്റെ ടൈമിങ്സ് എനിക്കൊന്ന് 8:30 മുതൽ 10 മണി വരെയോ അങ്ങനെ എന്തോ ഉള്ളൂ സമയം. വളരെ കുറച്ച് സമയമുള്ളൂ. 11 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. പിന്നെ അവരുടെ ഓണർ ഭയങ്കര റൂഡാണ് കേട്ടോ. ഞങ്ങൾക്ക് അയാൾ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടുത്തെ അമ്മ കുഴപ്പമില്ല,
കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ ആ അമ്മയുടെ മോൻ ഭയങ്കര റൂഡാണ്. നമ്മൾ ചോദിക്കുന്നതിനൊന്നും ആൻസറേ ഇല്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോലെ നമുക്ക് ഫീൽ ചെയ്തു. അവർ കുറച്ച് മര്യാദയ്ക്ക് എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുമായിരുന്നു. പക്ഷേ അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. ഇതൊക്കെയാണ് എനിക്കെൻ്റെ ജെനുവിൻ റിവ്യൂസ് ഇതിനെക്കുറിച്ചൊക്കെ. അപ്പം ഇന്നലത്തെ ഒരു വീഡിയോ ഇതൊക്കെയായിരുന്നു. ഞങ്ങൾ കുറേ സമയം പത്മനാഭസ്വാമി ടെമ്പിളിൽ സ്പെൻഡ് ചെയ്തു. കാരണം ഫോട്ടോ എടുക്കാനാണെങ്കിലും അവിടുത്തെ ഒരു വൈബ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അകത്താണെങ്കിലും ആ ചേട്ടൻ നമ്മളെ കൊണ്ടുപോയി നമുക്ക് ഒരുപാട് സമയം അവിടെ തന്നെ എടുത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഴവങ്ങാടിയും ആറ്റുകാലും പോയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആഴിമലയാണ് പോയത്, ചെങ്കലും പോയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ പഴവങ്ങാടിയും ആറ്റുകാലും സിറ്റിയിൽ തന്നെ ആയതുകൊണ്ട് വേറൊരു ദിവസം ഇന്നോ നാളെയോ ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോ ഇന്നാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു ഡേ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യും, ഒരു പുതിയ വ്ളോഗും. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.